എന്റെ ഈശ്വര, എവളുമാരുന്ന് ഇതുവരെ റെഡിയായില്ലേ? എടി മാധവി, മാധവി, എടി മൂദേവി, വരുന്ന മനുഷ്യ, എടി ചെറുക്കന്മാരും കൂട്ടടി ഇപ്പൊ ഇങ്ങത്തും. ഡാഡി. ഡാഡിയാ? എന്റെ മോളെ, നീ ഇത്രയും കാലം എന്നെ പപ്പാന്നല്ലേ വിളിച്ചോണ്ടിരുന്നതോ? ഇന്നെന്ത് പറ്റി? ഇന്ന് അങ്ങനെയാ. പപ്പാന്ന് വിളിച്ചാലേ ചുണ്ടില് ലിപ്സ്റ്റിക്കിന് കേട് പറ്റും. അതെങ്ങനെ? പപ്പാ കണ്ട, ഡാഡി ആകുമ്പോ കുഴപ്പമില്ല. ഡാഡി കണ്ടോ? സാറേ, എന്തായി ഒരുക്കങ്ങൾ? ഒക്കെ റെഡിയല്ലേ? എല്ലാം ഓക്കെയാണ്. കേണൽ സാറിന്റെ കുടുംബമായൊരു ബന്ധം നമുക്കൊരു അഭിമാനം തന്നെയാ, അല്ലേടി? പിന്നെ അത് പറയാനുണ്ടോ? അവർക്ക് മോളെ പിടിച്ചാ മതിയായിരുന്നു. കണ്ട പറഞ്ഞു തീർന്നില്ല. സാറിന്റെ 4 മക്കൾ ഇങ്ങെത്തി. സാറന്മാരെ, ഇങ്ങ് കേറി പോന്നേരെ. വേണ്ട, ഞങ്ങൾ പുറത്തിരുന്നോളാം. ഞങ്ങൾ ഓരോരുത്തരായി താൻ പരിചയപ്പെടുത്തിയാ മതി. അപ്പൊ വരാം. ആയിക്കോട്ടെ. ആദ്യം മൂത്തവൻ തന്നെ വരട്ടെ. കൊച്ചുകുട്ടികൾക്ക് വലിയ ഇഷ്ടമായവന് ആണോ? അങ്കിൾ പെണ്ണെന്നാ ഇവനെ അവര് വിളിക്കുന്നത്. വാ മോനെ. ബ്രോക്കറെ, എന്തുവാടെ ഇത്? ഫിനോസറിന്റെ കുട്ടിയാ. ചടങ്ങ് തെറ്റിക്കണ്ട മോളെ. ചായ ഇങ്ങെടുത്തോ, ഞാൻ കൊണ്ടുവരാം. മോൾ ഇവിടെ നില്ല്. അതെ, കഴിക്കാനും നിങ്ങൾ എടുത്തോ. വല്ലാത്ത വിശപ്പ്. അതെ, ഒന്ന് മാറി നിക്കണേ. ഇതെന്താ സാറേ, ചായ? ഇങ്ങനെയാണോ ചായ കൊണ്ടുവരുന്നത്? ഗ്ലാസ് ഇല്ലേ? ഓ, അതൊക്കെ മനുഷ്യർക്കുള്ളതല്ലേ. യവനൊക്കെ ഇത് മതി. ഇതാ കൊണ്ടുപോട്. ഹലോ. ഓക്കെ. പിന്നെ എനിക്ക് ഉടനെ പോണം. ചായ പിന്നെ ഒരിക്കൽ കുടിക്കാം. എന്താ മോനെ ഇത്ര ധൃതി? ഒരു തീറ്റ മത്സരമുണ്ട്, പോയാ വല്ലതും കഴിക്കാം. അപ്പൊ ഓക്കെ. മോന്റെ പേരെന്തോന്നാ പറഞ്ഞേ? ചാർലി ചാക്കോ. ചാർലി ചാക്കോയോ? ബ്രോക്കറെ, ഇത് എന്തുവാടേ? കേണൽ മഹാദേവൻ സാറിന് ചാർലി എന്ന് പേരുള്ള ഒരു മോനോ? നമ്മുടെ കേണൽ സാർ ഒരു വല്ലാത്ത ടൈപ്പാ. ആണോ? സാറിന്റെ കൂടെ ആർമിയിൽ ഉണ്ടായിരുന്ന ചാർലി ചാക്കോ എന്ന ബെസ്റ്റ് ഫ്രണ്ട് ഒരു അപകടത്തിൽ മരിച്ചു. അയ്യോ, അയാളുടെ ഓർമ്മയ്ക്കാ മോൻ ആ പേരിട്ടിരിക്കുന്നത്. ഇയാൾക്ക് എന്താ ജോലി? ജോലി എന്ന് പറഞ്ഞാ ഇത് തന്നെ അല്ലേ? ഈയടാ, ജോലിയും തൊഴിലും ഒന്നും ഇല്ലാത്തവന് എന്റെ മോളെ ഞാൻ കൊടുക്കില്ല. കറക്റ്റ്, അങ്ങനെ പറഞ്ഞു കൊടുക്കടി. എന്റെ ഗതിയെ എന്റെ മോൾക്ക് വരരുത്. മാധവി, അങ്ങനെയാണെങ്കിൽ മഹാദേവൻ സാറിന്റെ രണ്ടാമത്തെ മകനെ ആലോചിക്കാം. ആളിപ്പോ ഗാന്ധിനഗർ 2nd സ്ട്രീറ്റിൽ ഗൂർഖയാ. നേപ്പാളിലെ ഒരു ഗൂർഖ കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കാ മോനെ സാറ് ഗൂർഖയായി വളർത്തിയത്. സലാം സാർ, ഞാൻ ഗൂർഖ ഹൂം. ബൈറ്റോ? ശരി. നീ എവിടെ പോകുന്നു? പോയിട്ട് വൈകിട്ട് വരാൻ പറഞ്ഞു. അയ്യോ, ബൈറ്റോന്ന് ഇരിക്കാൻ പറഞ്ഞതാ. എന്തോ മനസ്സിലായില്ലേ? ബൈറ്റോ എന്ന് പറഞ്ഞാ ഇരിക്കാൻ. അപ്പൊ കുത്തിയിരിക്കാനോ? കുത്തിയിരിക്കാൻ കുത്ത് ബൈറ്റോ എന്ന് പറയും. അപ്പൊ കല്ലിന് ഹിന്ദിയിൽ എന്താ മോളെ പറയുന്നത്? പത്തർ അല്ലേ കുറുക്കെ? പത്തർ. അതെ, പത്തർ. അപ്പൊ മൂത്രത്തെ കല്ലിനോ? മൂത്രത്തെ കല്ലിന് പത്തർ കി മൂത്തർ എന്ന് പറയും. അപ്പൊ ഞാൻ പോകുന്നു. എന്താ എത്ര ധൃതി? മേരാ ഫാദർ കേണൽ മഹാദേവൻ അഭി ആനെ കി സംഭാവന ഹെ. എന്ന് വെച്ചാ കേണൽ മഹാദേവൻ സാറ് നമ്മുടെ സിനിമാ നടൻ അഭിക്ക് ഒരു ആനയെ സംഭാവനയായിട്ട് കൊടുക്കുമെന്ന്. അതെന്തിന്? ആ സൂപ്പർ ഡ്യൂപ്പ് പരിപാടിയിൽ നല്ല ജഡ്ജ്മെന്റ് കണ്ടിട്ടായിരിക്കും. അതെന്തോ ആട്ടെ. എങ്ങനെ മോക്ക് അവനെ ബോധിച്ചോ? പോരച്ച, അയാളുടെ ഒരു വേഷവും മുറി ഹിന്ദിയും. ബ്രോക്കറെ, മഹാദേവൻ സാറിന്റെ മക്കളിൽ നല്ല ഉശിരും തന്റെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു മോൻ ഉണ്ട് കേണൽ സാറിന്. ഇരട്ട ചങ്കുള്ളവൻ. ആളൊരു ലോറി ഡ്രൈവറാ. ഒരു കേണലിന്റെ മകൻ ലോറി ഡ്രൈവറോ? അത് പിന്നെ നിർത്ത്, ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം. നമ്മുടെ കേണൽ സാറ് വീട് വെച്ചോണ്ടിരുന്നപ്പോ പോലീസിന്റെ കണ്ണ് വെട്ടിച്ചൊരു ലോറിക്കാരൻ ആറ്റിൽ നിന്ന് മണൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അവന്റെ ഓർമ്മയ്ക്ക് ആ 3ാമത്തെ മോൻ ആ ഡ്രൈവറുടെ പേര് വെച്ചത് അല്ലേ? അയ്യോ, കറക്റ്റ്. ആട്ടെ, എന്താ അവന്റെ പേര്? ആടുതോമ. എങ്ങനെയുണ്ട് പയ്യൻ? കിടിലം, നല്ല അടിപൊളി കണ്ണാടി. എടാ പുലിക്കോടാ, ഇത് ആട് തോമയുടെ പുതിയ റൈബൺ ഗ്ലാസ്. ഇതിൽ തൊട്ടാൽ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി പൊട്ടിക്കും. മോളെ, യവൻ അങ്ങനെയുണ്ട് ആടുതോമ. അയ്യേ, എനിക്ക് ഇവനെയൊന്നും വേണ്ട. കള്ളുകുടിയൻ തെമ്മാടി. ഏത് സമയം എനിക്ക് തല്ലുകൊള്ളാനേ നേരം ഉണ്ടാവും. വേറെ ആരെങ്കിലും നോക്കച്ച. ഇതുപോലെ ചട്ടന്മാരെ എന്റെ മോക്ക് വേണ്ട. നല്ല അടക്കം ഒതുക്കമുള്ള ഒരു പയ്യൻ, അല്പം കലാബോധം കൂടി ഉണ്ടെങ്കിൽ ഭേഷ്. അങ്ങനെ ഒരു പയ്യൻ കേണൽ സാറിന് ഉണ്ടോ? ഉണ്ടല്ലോ. കേണൽ സാറിന്റെ ഏറ്റവും ഇളയ മകൻ. പാട്ടെന്ന് പറഞ്ഞാൽ അവന് ജീവനാ. ഏത് സമയവും ടേപ്പ് റെക്കോർഡറുമായിട്ടാ നടത്താൻ. സാഗരങ്ങളെ പാടി ഉണർത്തിയ സാമഗീതമേ, സാമസംഗീതമേ, ഹൃദയ സാഗരങ്ങളെ. ഇവൻ എങ്ങനെയുണ്ട് മോളെ? ഈ ആലോചനകളൊന്നും നടക്കില്ല. അയ്യോ, അതെന്താ? കേണൽ സാറിന്റെ മൂത്ത മകൻ അങ്കിൾ ബൺ. അയാളെ കെട്ടിയാൽ അയാൾക്ക് ആഹാരം വെച്ച് തന്നെ എന്റെ ജീവിതം നശിക്കും. രണ്ടാമത്തെയാൾ ഒരു ഗൂർഖ. മാസം 2000 അല്ലെങ്കിൽ 3000 രൂപ കിട്ടും. അതുകൊണ്ടൊന്നും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റില്ല. മൂന്നാമത്തെയാൾ ആട് തോമ. ഏതു നേരം അടിയും കുത്തും. ഒരു സ്ഥിര വരുമാനമില്ല. 4ാമത്തെയാൾ ഒരു പണിക്കും പോകാതെ പാട്ടും കേട്ട് നടക്കുന്നു. പിന്നെ എങ്ങനെ ജീവിക്കും? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. മഹാദേവ സാറിന്റെ വീടുമായി ബന്ധം അത് നമ്മുടെ ജീവിത അഭിലാഷമാണ്. നീ അവിടെ നിന്ന് ആരെങ്കിലും സെലക്ട് ചെയ്തേ പറ്റൂ. അയ്യോ കേണൽ സാർ, കുട്ടി മക്കളെ കുറിച്ചൊക്കെ പറയായിരുന്നു. വേണ്ട, ഞാൻ എല്ലാം കേട്ടു. അപ്പൊ കുട്ടിക്ക് ഈ നിൽക്കുന്ന ആരെയും ഇഷ്ടമായില്ല എന്നാണോ പറയുന്നത്?
അല്ല, ഒരാളെ ഇഷ്ടമായി. ആരെയാ മോളെ? ഈ കേണൽ സാറിനെ. മോളെ അതെ അച്ഛാ, മറ്റുള്ളവർക്കൊന്നും സ്ഥിരമായി ഒരു വരുമാനവും ഇല്ല. ഇതാകുമ്പോ മാസം തോറും പെൻഷൻ കിട്ടും. പിന്നെ ഇങ്ങനെ ചത്ത വിധവ പെൻഷനും കിട്ടും. എനിക്ക് ചേട്ടന് മതിയേ.